അറക്കലിന്റെ മനക്കലിലേക്ക് സ്വാഗതം. എടമുത്തുകളെ സ്വത്തുക്കളെ കരളുകളെ കുളിരുകളെ പഞ്ചാര കുഞ്ചുകളെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വളരെ സിമ്പിൾ ആയുള്ള ഒരു കുഞ്ഞു ചോദ്യമാട്ടോ, ഒരു ചെറിയൊരു കുഞ്ഞു ചോദ്യം. ഓക്കെ, ഐഡന്റിഫൈ ദ പിക്ചർ. ചിത്രം ഏതെന്ന് തിരിച്ചറിയുക. ഈ ചിത്രം കണ്ടാൽ തന്നെ നിങ്ങൾ മനസ്സിലാവും എന്താണ് ഈ ചിത്രം. എന്താണ്? രണ്ട് ബോണുകൾ തമ്മിൽ കൂടിച്ചേരുന്ന ആ ഒരു ഭാഗത്തെ നമ്മൾ എന്ത് വിളിക്കും? ജോയിന്റ് അല്ലെങ്കിൽ അസ്ഥി സന്ധി. അപ്പൊ ഈ ചിത്രം ഏതാണ്? ജോയിന്റ് അല്ലെങ്കിൽ അസ്ഥി സന്ധി. അപ്പൊ ചിത്രം ഏതാന്നുള്ളത് നമ്മൾ എഴുതി കൊടുത്തു, ഒരു മാർക്ക് നമ്മൾ കരസ്ഥമാക്കി. ഓക്കെ, അങ്ങനെയെങ്കിൽ അടുത്ത ചോദ്യം, മെൻഷൻ എ ആൻഡ് ബി. എയും ബിയും മെൻഷൻ ചെയ്യുക. അങ്ങനെയെങ്കിൽ കൃത്യമായി നോക്കിക്കൊള്ളുക. ഇതൊരു ബോണാണ്, ഇത് വേറൊരു ബോണാണ്. ഇവർ തമ്മിൽ കൂടിച്ചേരുന്ന ആ ഒരു ഭാഗമാണ് ജോയിന്റ് അല്ലെങ്കിൽ അസ്ഥി സന്ധി. അതിലിതാ ഈ പുറത്തുള്ള ഒരു കവറിങ്, ഇതാ ഈ ഒരു സാധനം ഉണ്ടല്ലോ, ഈ രണ്ട് എല്ലുകളെ തമ്മിൽ കണക്ട് ചെയ്യുന്ന ഈ ഒരു സംഭവം, ഇതാ രണ്ട് എല്ലുകൾ തമ്മിൽ കണക്ട് ചെയ്യുന്ന ആ ഒരു ഭാഗം, ആ ഭാഗം ഏതാന്നുള്ളതാണ് ചോദ്യം. അതെ, ഏതാണ്? രണ്ട് എല്ലുകളെ തമ്മിൽ കണക്ട് ചെയ്യുന്ന ആ ഒരു കണക്ടർ ആരാടാ കണക്ടർ? അതെ, പറഞ്ഞോളൂ. ലിഗമെന്റ്. ഏതാണ്? ലിഗമെന്റ്. അപ്പൊ എന്റെ ആൻസർ ലിഗമെന്റ്. അത് കിട്ടി. അതിന്റെ മലയാളം എന്താന്ന് ചോദിച്ചാൽ ലിഗമെന്റ് തന്നെ. ഓക്കെ, ഇനി അതേസമയം ബിന്റെ ആൻസർ, ബി എന്താ? ഇതാ ഇതൊരു എല്ല് കേട്ടോ, ഇത് വേറൊരു എല്ല്. ഈ രണ്ട് എല്ലുകളും തമ്മിൽ പരസ്പരം തട്ടാതെ മുട്ടാതെ ഒരസാതെ പൊട്ടാതെ ചീറ്റാതെ ഇവർ തമ്മിൽ കൂട്ടിമുട്ടാതിരിക്കാൻ ഇടയിൽ ഇതാ നീല കളറിലുള്ള ഒരു സാധനം ഉണ്ടല്ലോ, ആ സാധനം അവിടെ ഇടയിൽ എന്ത് ചെയ്തിട്ടുണ്ട്? കൊണ്ടുപോയി വെച്ചിട്ടുണ്ട്. അതിന്റെ പേരാണ് എഴുതി കൊടുക്കേണ്ടത്. അതിന്റെ പേര് പറഞ്ഞോളൂ. രണ്ട് എല്ലുകൾ തമ്മിൽ പരസ്പരം കൂട്ടിമുട്ടാതിരിക്കാൻ അതിന്റെ ഇടയിൽ കാണപ്പെടുന്ന ആളാണ് ആര്? കാർട്ടിലേജ്. എന്താണ്? കാർട്ടിലേജ്. മലയാളത്തിൽ അതിന് തരുണാസ്ഥി എന്ന് പറയും. കാർട്ടിലേജ് അല്ലെങ്കിൽ തരുണാസ്ഥി. ഓക്കെ, തരുണാസ്ഥി. അത് രണ്ടും നമ്മൾ മെൻഷൻ ചെയ്തു. ഇനിയിപ്പോൾ പരീക്ഷയ്ക്ക് മേ ബി വേറെ ഏതെങ്കിലും ഭാഗം മെൻഷൻ ചെയ്യാൻ ചോദിക്കാം. ഏത് ചോദിച്ചാലും നമ്മൾ കൃത്യമായിട്ട് ആൻസർ ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നമുക്കിത് മൊത്തം പഠിച്ചു വെക്കാം. സിമ്പിളാടാ. ഈ ഒരു പിക്ചർ മൊത്തത്തിൽ തന്നു കഴിഞ്ഞാൽ നമ്മൾ പറയും ഇതെന്താണ്? ജോയിന്റ് അല്ലെങ്കിൽ അസ്ഥി സന്ധി. ഇനി ഈ അസ്ഥികളെ തമ്മിൽ, ഇതൊരു അസ്ഥിയാണ്, ഇത് വേറൊരു അസ്ഥിയാണ്. ഈ രണ്ട് അസ്ഥികളും തമ്മിൽ കണ്ടുമുട്ടുന്ന കൂടിച്ചേരുന്ന ജംഗ്ഷനാണ് എന്ത്? ജോയിന്റ് അല്ലെങ്കിൽ അസ്ഥി സന്ധി. ഓക്കെ അല്ലേ? എന്നാ ഇനി കേട്ടോളൂ. ഇതൊരു ബോണ്, ഇത് വേറൊരു ബോണ്. ഈ രണ്ട് ബോണിനെയും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഈ ഒരു ഭാഗം, അതാണ് ഇപ്പം നമ്മൾ പറഞ്ഞു നിർത്തിയിട്ടുള്ളൂ. അതേതാണ്? ലിഗമെന്റ്. ലിഗമെന്റ്. അപ്പോൾ ലിഗമെന്റിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, ലിഗമെന്റ് ആർ ഫൗണ്ട് കണക്റ്റിംഗ് ടു ബോൺസ്. രണ്ട് അസ്ഥികളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ആളാണ് ആര്? ലിഗമെന്റ്. ആ ലിഗമെന്റിന്റെ ഉള്ളിൽ വേറൊരു സാധനം ഉണ്ട്, അതാണ് ക്യാപ്സ്യൂൾ. എന്താണ്? ക്യാപ്സ്യൂൾ. അതിനെക്കുറിച്ച് കൂടുതൽ പോയിന്റ് ഒന്നും പഠിക്കാനില്ല. ജസ്റ്റ് ഇതിനുള്ളിലായി എന്ത് കാണപ്പെടുന്നു? ക്യാപ്സ്യൂൾ കാണപ്പെടുന്നു. ആ ക്യാപ്സ്യൂൾ ഈ ബോണുകളുടെ സുഗമമായ സ്മൂത്ത് ആയിട്ടുള്ള മൂവ്മെന്റിന്, ചലനത്തിന് സഹായിക്കുന്നു. അത് വലിയ ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ഒന്നുമല്ല. ജസ്റ്റ് ലിഗമെന്റിന്റെ ഉള്ളിലാണ് ആര് കാണപ്പെടുന്നത്? ക്യാപ്സ്യൂൾ കാണപ്പെടുന്നത് എന്ന് മനസ്സിലാക്കാം. ഓക്കെ അല്ലേ? ഇനി കേട്ടോളൂ. ഇനി അടുത്തത് ഇവിടെ നോക്കടാ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ രണ്ട് എല്ലുകൾ പരസ്പരം തട്ടാതെ മുട്ടാതെ ഒരസാതെ പൊട്ടാതെ ചീറ്റാതെ ഇരിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഇടയിൽ ഒരാളെ കൊണ്ടുപോയി വെച്ചിട്ടുണ്ട്. അതിൻ്റെ പേരാണ് കാർട്ടിലേജ് അല്ലെങ്കിൽ തരുണാസ്ഥി. ആ തരുണാസ്ഥി എന്തിനാന്ന് ചോദിച്ചാൽ, ഇവർ തമ്മിലുള്ള ഈ രണ്ട് ബോൺസുകൾ തമ്മിലുള്ള ഫ്രിക്ഷൻ കുറക്കാൻ, ഘർഷണം കുറക്കാൻ ഓരോ അസ്ഥിയുടെയും അഗ്രഭാഗത്തെ പൊതിഞ്ഞ് തരുണാസ്ഥി കാണപ്പെടുന്നു, അതായത് കാർട്ടിലേജ് കാണപ്പെടുന്നു. അതെന്തിനാന്ന് ചോദിച്ചാൽ, അത് രണ്ട് അസ്ഥികൾ തമ്മിലുള്ള ഘർഷണത്തെ കുറക്കാൻ, അതായത് ദിസ് reduces friction between two bonds. ഈ രണ്ട് ബോണുകൾ തമ്മിൽ തട്ടാതെ ഒരസാതെ പൊട്ടാതെ മുട്ടാതെ ചീറ്റാതെ ഇരിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഇടയിലുള്ള ഘർഷണം കുറക്കുന്ന ആളാണ് ആര്? കാർട്ടിലേജ് അല്ലെങ്കിൽ തരുണാസ്ഥി. ഓക്കെ അല്ലേ? ഇനി കേട്ടോളൂ. ഇനി ഇവിടെ വേറൊരു ചങ്ങായി ഉണ്ട്. ഇവിടെ ഈ ഒരു പിങ്ക് കളറിലൊക്കെ ആയിട്ട്, പിങ്ക് എന്നല്ലത്, ഏതായാലും ഈ കളറിലായിട്ട് ഇവിടെ ഒരു ചങ്ങായി ഉണ്ട്. ഇതാണ് സൈനോവിയൽ മെംബ്രെയിൻ. എന്താണ്? സൈനോവിയൽ മെംബ്രെയിൻ അല്ലെങ്കിൽ സൈനോവിയൽ സ്തരം. ആ സൈനോവിയൽ സ്തരത്തിന്റെ പരിപാടി എന്താണെന്ന് ചോദിച്ചാൽ, ഈ ഒരു ഗ്യാപ്പിലേക്ക് ഈ രണ്ട് എല്ലുകൾ തമ്മിൽ കൂടിച്ചേരുന്ന ആ കാർട്ടിലേജ് ഒക്കെ നിൽക്കുന്ന ആ ഒരു ഗ്യാപ്പിലേക്ക് എന്ത് ചെയ്യുന്നറിയോ? ഒരു ഫ്ലൂയിഡ് ഇങ്ങനെ സെക്രീറ്റ് ചെയ്യും, ഒരു ദ്രവം ഇങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യും. ആ ദ്രവത്തിന്റെ പേരാണ് സൈനോവിയൽ ദ്രവം. സൈനോവിയൽ ദ്രവം പ്രൊഡ്യൂസ് ചെയ്യുന്ന മെംബ്രെയിൻ്റെ പേര് സൈനോവിയൽ മെംബ്രെയിൻ അല്ലെങ്കിൽ സൈനോവിയൽ സ്തരം. അതേപോലെ തന്നെ ആ ഫ്ലൂയിഡിന്റെ പേരും സൈനോവിയൽ ഫ്ലൂയിഡ് അല്ലെങ്കിൽ സൈനോവിയൽ ദ്രവം. അപ്പോൾ സൈനോവിയൽ മെംബ്രെയിനാണ് എന്ത് പ്രൊഡ്യൂസ് ചെയ്യുക? സൈനോവിയൽ ദ്രവം പ്രൊഡ്യൂസ് ചെയ്യുക. സൈനോവിയൽ മെംബ്രെയിനിലെ ചെറിയ കോശങ്ങളുണ്ട്, സൈനോവിയൽ സെൽസ് എന്ന് പറയുന്ന പ്രത്യേകതരം കോശങ്ങൾ. അവരാണ് ആക്ച്വലി എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? സൈനോവിയൽ ദ്രവം പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇനി എന്താണ് ആ സൈനോവിയൽ ദ്രവത്തിന്റെ പരിപാടി എന്ന് ചോദിച്ചാൽ, സിമ്പിളായിട്ട് ഇങ്ങനെ ആലോചിക്കുക. ഇപ്പം നമ്മളെ സൈക്കിളിന്റെ ചങ്ങലൊക്കെ ടൈറ്റ് ആകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും?
ചെയ്യും, എണ്ണ പുരട്ടി കൊടുക്കും, അല്ലെങ്കിൽ ഗ്രീസൊക്കെ പുരട്ടി കൊടുക്കും. ഇനിയിപ്പോൾ ഫോർ എക്സാമ്പിൾ വേറൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മൾ കിണറ്റിൽ നിന്ന് വെള്ളം കോരുമല്ലോ, വെള്ളം കോരുമ്പോൾ ഒരു കപ്പിമുക്കിടാണല്ലോ വെള്ളം കോരുക. അപ്പോൾ ആ കപ്പി ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ ഒരു സൗണ്ട് ഉണ്ടാകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ജസ്റ്റ് എണ്ണ പുരട്ടി കൊടുക്കും. അപ്പോൾ അത് സ്മൂത്തായിട്ട് കോരാൻ പറ്റും. അതേപോലെ തന്നെ നമ്മൾ ബൈക്കിൻ്റെ ചങ്ങലൊക്കെ ടൈറ്റ് ആകുമ്പോൾ ഗ്രീസൊക്കെ ഇങ്ങനെ അടിച്ചു കൊടുക്കും. നിങ്ങൾ വർക്ക്ഷോപ്പിൽ പോയാൽ മനസ്സിലാവും, ഗ്രീസൊക്കെ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കും. അപ്പോൾ ആ ചങ്ങലൊക്കെ ഒന്ന് സ്മൂത്ത് ആവും. അതായത് സ്മൂത്ത് ആയിക്കാണ്ട് ഇങ്ങനെ പ്രവർത്തിക്കാൻ, അതിൻ്റെ ഇടയിലുള്ള ആ ഫ്രിക്ഷൻ, അതിൻ്റെ ഇടയിലുള്ള ആ ഒരു ഘർഷണം കുറക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, അവിടെ ഫ്ലൂയിഡായിട്ട് അവിടെ നമ്മൾ ഗ്രീസും എണ്ണൊക്കെ യൂസ് ചെയ്യുന്നത്. അതേപോലെ നമ്മളുടെ ബോണുകൾ എന്ന് പറഞ്ഞാൽ ഇവരിങ്ങനെ കാലാകാലം നമ്മൾ ജനിച്ച അന്ന് മുതൽ ഇവരിങ്ങനെ ഒരുമിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ്. ഇവരിങ്ങനെ കൂട്ടിമുട്ടാൻ വേണ്ടി ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കോൺട്രാക്ട് ചെയ്യുമ്പോഴും റിലാക്സ് ചെയ്യുമ്പോഴും നമ്മളിങ്ങനെ 4, 3, 5, 6 ആക്ഷൻസ് ഒക്കെ ഇടുമ്പോൾ ഇതിനിങ്ങനെ ഓരോ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും കുറച്ച് കഴിയുമ്പോൾ ഇതെന്ത് ചെയ്യും, ഇത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എന്ത് ചെയ്യും, ജസ്റ്റ് ഇങ്ങനെ ഒരു ഒരൊക്കെ വരും, ഒരു ഒരസലൊക്കെ വരും. ആ ഒരസലും ആ ഒരു പൊട്ടലും മുട്ടലൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ അവിടെ ഒരു സൈനോവിയൽ ഫ്ലൂയിഡ് എന്ത് ചെയ്യുന്നത്, പ്രൊഡ്യൂസ് ചെയ്യുന്നത്. നമ്മൾക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നമ്മൾ കപ്പിമ എണ്ണ പുരട്ടി കൊടുക്കുക, അതേപോലെ മറ്റേ ചങ്ങലമ്മ എണ്ണ പുരട്ടി കൊടുക്കുക, പിന്നെ അതേപോലെ ബൈക്കിൻ്റെ ചങ്ങലമ്മ ഗ്രീസ് സ്പ്രേ ചെയ്ത് കൊടുക്കുക. അതേപോലെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇന്ന് ആയിക്കോട്ടെ 2 ബോണിൻ്റെ ഇടയ്ക്ക് കുറച്ച് എന്ത് ചെയ്യുക, ഗ്രീസ് പാർന്ന് കൊടുക്കുക എന്ന് പറഞ്ഞിട്ട് കുറച്ച് ഗ്രീസ് ഇങ്ങനെ കുടിക്കാൻ പറ്റുമോ, കുറച്ച് എണ്ണ ഇങ്ങനെ വെറുതെ കുടിക്കാൻ പറ്റുമോ, ഇല്ലല്ലോ. അപ്പോൾ നമ്മൾക്ക് ആ ഒരു സ്ഥലത്ത് ആ 2 ബോണിൻ്റെ ഇടയിൽ ഗ്രീസും എണ്ണയൊന്നും പുരട്ടാൻ പറ്റൂല, ലൂബ്രിക്കൻസ് പുരട്ടാൻ പറ്റൂല. അതിന് പകരം എന്ത് ചെയ്യുന്നു, നമ്മളെ ബോഡി തന്നെ എന്ത് ചെയ്യുന്നു, അവിടെ ഒരു ലൂബ്രിക്കൻ്റ് ആയിട്ട് ഒരു ഘർഷണം കുറക്കാൻ വേണ്ടിയിട്ട്, ഫ്രിക്ഷൻ കുറക്കാൻ വേണ്ടിയിട്ട് ഒരു ഫ്ലൂയിഡിനെ ഓൾറെഡി സെറ്റ് ചെയ്യുന്നു. ആ ഫ്ലൂയിഡാണ് സൈനോവിയൽ ദ്രവം അല്ലെങ്കിൽ സൈനോവിയൽ ഫ്ലൂയിഡ്. ഓക്കെ അല്ലേ. അപ്പോൾ സൈനോവിയൽ ഫ്ലൂയിഡിൻ്റെ പണി എന്താണെന്ന് ചോദിച്ചാലും ഇതന്നെയാണ്, റെഡ്യൂസ് ഫ്രിക്ഷൻ ബിറ്റ്വീൻ 2 ബോൺസ്. 2 അസ്ഥികൾ തമ്മിലുള്ള ഘർഷണത്തെ കുറക്കുന്നു. അപ്പോൾ 2 അസ്ഥികൾ തമ്മിലുള്ള ഘർഷണത്തെ കുറക്കുന്ന 2 ആളുകളുണ്ട്. ഒന്ന് സൈനോവിയൽ ഫ്ലൂയിഡും മറ്റേത് കാർട്ടിലേജ് അല്ലെങ്കിൽ തരുണാസ്ഥി. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സൈനോവിയൽ ഫ്ലൂയിഡ് ആക്ച്വലി പ്രൊഡ്യൂസ് ചെയ്യുന്നത് സൈനോവിയൽ മെംബ്രെയിനിലെ സൈനോവിയൽ സെൽസ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ അല്ലേ, സെറ്റാണെന്ന് വിചാരിക്കുന്നു. അങ്ങനെയെങ്കിൽ ഇതിൻ്റെ മുത്തുമണികൾ എന്ത് ചെയ്യണം, ഒരു കാര്യം കമൻറ്റ് ചെയ്യണം. അതായത് സൈനോവിയൽ ഫ്ലൂയിഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സെൽസ് ഏത്, സൈനോവിയൽ ഫ്ലൂയിഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സെൽസ് അല്ലെങ്കിൽ കോശങ്ങൾ ഏത്. ഓക്കെ, ആ പേരിൽ തന്നെ ഉണ്ട് അതിൻ്റെ ആൻസർ. ജസ്റ്റ് ഒന്ന് താഴെ എന്ത് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സോ സീ യു സൂൺ. വീണ്ടും കാണാം നെക്സ്റ്റ് വീഡിയോയിൽ. ഗുഡ് ബൈ.